ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. രാജലക്ഷ്മിയോടും നന്ദിനിയോടും മീനാക്ഷിയുടെ സ്ത്രീധനം ചോദിക്കുകയാണ് സാവിത്രി. കാർത്തി ആവശ്യപ്പെട്ടതാണ് എന്നൊരു കള്ളവും പറയുന്നുണ്ട്. എന്നാൽ ഇവരറിയാതെ ഇതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുകയാണ് മീനാക്ഷി. ഞാനും കാർത്തിയും കൂടി സംയുക്തമായിട്ടെടുത്ത ഒരു തീരുമാനമാണ് സ്ത്രീധനം ചോദിച്ചു വാങ്ങിക്കണം എന്നത്. ഇരിക്കട്ടെ, രാജലക്ഷ്മി പറയുന്നു, സ്ത്രീധനം വാങ്ങിക്കുന്നതും കൊടുക്കുന്നതും നിയമവിരുദ്ധമാണെന്ന് സാവിത്രിക്ക് അറിയില്ലേ? നിയമമോ? ഏത് നിയമം? നിയമപാലകരും പോയി പണി നോക്കാൻ പറയ്. ഒരു നിയമം എന്നൊക്കെ പറഞ്ഞ് പുച്ഛിക്കുകയാണ് സാവിത്രി നിയമത്തെ. ഇത് കേട്ട് നന്ദിനി ചോദിക്കുന്നു, സാവിത്രി നന്നായിട്ട് ആലോചിച്ചിട്ടാണോ പറയുന്നത്? ആലോചിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. എൻ്റെ മകനെ അവൻ കെട്ടിയ പെണ്ണിൻ്റെ വീട്ടുകാരിൽ നിന്നും സ്ത്രീധനം കിട്ടണം, കിട്ടിയേ പറ്റൂ എന്ന് സാവിത്രി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, സ്ത്രീധനം തരാൻ സൗകര്യമില്ലെങ്കിലോ? സ്ത്രീധനം തന്നില്ലെങ്കിലേ കെട്ടിയ പെണ്ണിൻ്റെ കഴുത്തിൽ നിന്ന് ആ താലിമാല വലിച്ചു പൊട്ടിച്ച് അവളുടെ കരണക്കുറ്റി നോക്കി 2 പൊട്ടീരും പൊട്ടിച്ചിട്ട് പറഞ്ഞു വിടൂ അങ്ങോട്ട്. ഇത് പറയുന്നതേ സാവിത്രിയാ, ഓർമ്മയിരിക്കട്ടെ. അത്രയും പറഞ്ഞ് സാവിത്രി പോകുന്നു. ഇതെല്ലാം മീനാക്ഷി മൊബൈലിൽ ഷൂട്ട് ചെയ്തിരുന്നു. സാവിത്രി അത് പറഞ്ഞു പോയപ്പോൾ രാജലക്ഷ്മിയും നന്ദിനിയും ടെൻഷനോടെ നിൽക്കുകയാണ്. എന്നാൽ സാവിത്രിക്കിട്ട് ഒരു പണി കൊടുക്കാനായിട്ട് കിട്ടിയ ഒരു ആയുധം തന്നെയാണ് ഇപ്പോൾ ഇത് മീനാക്ഷിക്ക്. ഇവർക്കുള്ള പണി ഇത് തന്നെയെന്ന് മീനാക്ഷി മനസ്സിൽ വിചാരിക്കുന്നു. ഒരു സന്തോഷത്തോടെ ഫോണുമായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് രാജലക്ഷ്മിയോട് നന്ദിനി പറയുന്നുണ്ട്, എന്താ അമ്മേ വേണ്ടത്? അവൾ ഭീഷണി മുഴക്കിക്കോട്ടെ, നമ്മളത് ഒരു ചെവിയിൽ കൂടി കേട്ട് മറു ചെവിയിൽ കൂടെ പുറത്തേക്ക് വിടും, അത്ര തന്നെയെന്ന് രാജലക്ഷ്മി. അതല്ല അമ്മേ പ്രശ്നം, സാവിത്രിയുടെ സ്വഭാവമാണ്. അവൾ മീനാക്ഷിക്ക് സ്വസ്ഥത കൊടുക്കുമോ എന്ന് നന്ദിനി. മീനാക്ഷിയുടെ അടുത്ത് സാവിത്രിയുടെ അഭ്യാസം ഒന്നും നടക്കില്ല. ഒന്ന് അങ്ങോട്ട് കൊടുത്താൽ 2 മീനാക്ഷി തിരിച്ചു കൊടുക്കും. ഇത് കേട്ട് നന്ദിനി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞത് അതല്ല, എല്ലാം ശാന്തമായും സമാധാനമായും നടക്കണമെന്നാ എൻ്റെ ആഗ്രഹം. എന്തായാലും മീനാക്ഷിക്ക് നമ്മൾ കൊടുക്കാൻ നിശ്ചയിച്ചതാണ് ആ പണം. അത് നമുക്കങ്ങ് കൊടുത്തേക്കാമെന്ന് നന്ദിനി. അത് മീനാക്ഷിക്കുള്ളത് തന്നെയാണ്, പക്ഷേ അതിപ്പം കൊടുക്കാൻ പറ്റില്ല. ഇത്രയും പണം ഇവിടെ ഇരിക്കേണ്ടെന്ന് കരുതി നീ അതെന്നെ ഏൽപ്പിച്ചപ്പോഴേ ഞാനത് ബാങ്കിലിട്ടോ. 1 വർഷത്തെ ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ട് ഇനി 1 വർഷം കഴിഞ്ഞിട്ടേ അത് എടുക്കാൻ പറ്റുമെന്ന് രാജലക്ഷ്മി. മോള് വിഷമിക്കേണ്ട, ആ പണം മീനാക്ഷിയുടേത് തന്നെയാണ്. വേണമെങ്കിൽ അതിൻ്റെ പാസ്ബുക്ക് നമുക്ക് സാവിത്രി ഏൽപ്പിക്കാം. ഇത് കേട്ട് നന്ദിനി പറയുന്നു, അതൊന്നും വേണ്ടമ്മേ, ഞാൻ മറ്റൊരു കാര്യം ആലോചിക്കുകയാണ്. അമ്മ എനിക്ക് തന്ന സ്വർണ്ണങ്ങളെല്ലാം ബാങ്കിൻ്റെ ലോക്കറിൽ ഇരിക്കുകയല്ലേ, അത് മീനാക്ഷിക്ക് എടുത്ത് കൊടുത്താലോ? അത് മീനാക്ഷിക്കുള്ളത് തന്നെയല്ലേ? ഇത് കേട്ട് രാജലക്ഷ്മി പറയുന്നു, അത് കൊള്ളാം, അത് നമ്മുടെ ബാങ്കിൻ്റെ കൃഷ്ണപുരം ബ്രാഞ്ചിലല്ലേ മോള് സൂക്ഷിച്ചിരിക്കുന്നത്? അതെ, അത് ഞാൻ നാളെ പോയി ലോക്കറിൽ നിന്ന് എടുത്തോണ്ട് വരാമെന്ന് നന്ദിനി. നല്ല കാര്യം, സാവിത്രിയുടെ സമാധാനത്തിനല്ല, നമ്മുടെ കുഞ്ഞിന് നേരത്തെ തന്നെ അത് കൊടുക്കാമല്ലോ എന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ നന്ദിനി പറയുന്നു, അതെ, അതിലുപരി സാവിത്രിയുടെ വഴക്കും തീരും, സ്വർണ്ണം അല്ലേ? അങ്ങനെ പറഞ്ഞ് 2 പേരും സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. ശേഷം കാണിക്കുന്നത് ഇന്ദ്രജ സാവിത്രി വിളിക്കാൻ തുടങ്ങുകയാണ്. സാവിത്രിയാണ്, എന്തോ ഗുഡ് ന്യൂസ് ഉണ്ടല്ലോ എന്ന് ഇന്ദ്രജ വിചാരിക്കുന്നു. സാവിത്രി ഇന്ദ്രജയെ വിളിച്ചു. ഇന്ദ്രജ, ഒരു നല്ല കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് എന്ന് സാവിത്രി. നല്ല കാര്യമോ? പറ സാവിത്രി എന്ന് ഇന്ദ്രജയും. അങ്ങനെ സാവിത്രി പറയുന്നുണ്ട്, ചെമ്പകമംഗലത്തുകാരുടെ മാനസപുത്രി നാളെ പുറത്തേക്ക് ഒന്ന് ഇറങ്ങുന്നുണ്ട്. അവൾ എന്തിനാ ഇറങ്ങുന്നത്? ഒന്ന് വിശദമായിട്ട് പറ സാവിത്രി എന്ന് ഇന്ദ്രജ. അങ്ങനെ സാവിത്രി പറയുന്നു, അവൾ ഇറങ്ങുന്നത് പണ്ട് അമ്മ അവൾക്ക് കൊടുത്ത പരമ്പരാഗതമായ സ്വർണ്ണങ്ങൾ ബാങ്കിലെ ലോക്കറിൽ നിന്ന് എടുക്കാനാണ്. അതെന്തിനാ ഇപ്പോൾ ബാങ്കിൽ നിന്ന് എടുക്കുന്നത് എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, അത് എടുക്കുന്നത് മീനാക്ഷിക്ക് കൊടുക്കാനായിരിക്കും. പക്ഷേ സ്വർണ്ണാഭരണങ്ങളുടെ ഏക അവകാശി വാസ്തവത്തിൽ ഞാനല്ലേ? അത് കേട്ടതും ഇന്ദ്രജ മനസ്സിൽ വിചാരിക്കുന്നു, അതിൻ്റെ ഏക അവകാശി എൻ്റെ അനുജത്തി മാധുരിയാണ്. അതോടെ നിൽക്കട്ടെ, അതിൻ്റെ അവകാശി സാവിത്രി തന്നെയാണെന്ന് ഇന്ദ്രജ വെറുതെ പറയുന്നുണ്ട്. അതിരിക്കട്ടെ, ഏത് ബാങ്കിലേക്കാ, എപ്പോഴാ പോകുന്നത് എന്നൊക്കെ ഇന്ദ്രജ ചോദിക്കുന്നുണ്ട്. സാവിത്രി വിശദമായിട്ട് എല്ലാം ഇന്ദ്രജയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ബാങ്കിലേക്ക് വരുന്ന നന്ദിനി തിരിച്ച് ചെമ്പകമംഗലത്തേക്ക് വരില്ല, ഞാൻ ഉറപ്പ് തരുന്നു എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ സാവിത്രി പറയുന്നു, വരരുത്, പക്ഷേ എനിക്ക് ആ സ്വർണ്ണാഭരണങ്ങൾ കിട്ടിയിരിക്കണം. അത് കൃത്യമായും സാവിത്രിയുടെ കയ്യിൽ കിട്ടിയിരിക്കും. വാക്ക് പറയുന്നത് ഈ ഇന്ദ്രജയാണ്, എന്നെ വിശ്വസിക്കാമെന്ന് ഇന്ദ്രജ ഫോൺ വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. സന്തോഷത്തോടെ സാവിത്രി നിൽക്കുന്നു. ശേഷം കാണിക്കുന്നത് മൈഥിലിയാണെങ്കിൽ വല്ലാത്ത വിഷമത്തിലിരിക്കുകയാണ്. മൈഥിലിയുടെ അരികിലേക്ക് അമ്മ വരുന്നുണ്ട്. എന്താ മോളെ ആലോചിച്ചിരിക്കുന്നത് എന്ന് മണിയമ്മ ചോദിച്ചു. ഒന്നുമില്ല എന്ന് മൈഥിലി, ഞാൻ വന്നത് വേറൊരു കാര്യം പറയാനാണ്. എന്തായാലും നമുക്ക് നാളെ തന്നെ ബാങ്കിലേക്ക് പോകണം. സ്വർണം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയല്ല. നമുക്ക് 3 പേർക്കും കൂടി ഒരുമിച്ച് പുറത്തു പോകാനും സാധിക്കില്ല. സ്വർണം നമുക്ക് നാളെ തന്നെ ബാങ്കിൽ ലോക്കറിൽ കൊണ്ട് വെക്കാമേ എന്ന് മൈഥിലി പറയുന്നു. അത് വേണം. എന്നാ ശരി മോളെ, എന്നാൽ രാവിലെ തന്നെ നമുക്ക് പോവാം എന്ന് പറഞ്ഞിട്ട് മണിയമ്മ എണീറ്റ് പോകുന്നുണ്ട്. ആ സമയത്താണ് വൈശാഖ് മൈഥിലിയുടെ അടുത്തേക്ക് വരുന്നത്. അല്ല, എൻ്റെ അമ്മ പറഞ്ഞിട്ട് പോയത്
എന്ന് വൈശാഖ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു നാളെ ബാങ്കിലേക്കൊന്ന് പോകണമെന്ന്. ആ ഗോൾഡ് എല്ലാം കൂടി ബാങ്ക് ലോക്കറിൽ വെക്കാനായിട്ടാണ്. വൈശാഖ ഒരു നിമിഷം ആലോചിക്കുന്നു. വൈശാഖ മൈഥിലിയോട് പറയുന്നുണ്ട്, മൈഥിലി ഞാൻ നിന്നോട് വീണ്ടും പറയാണ്, എടി ആ സ്വർണ്ണമായിട്ട് നമുക്ക് മുങ്ങാം. മൈഥിലി സമ്മതിക്കുന്നില്ല. എടി രക്ഷപ്പെടാനായിട്ട് ദൈവം ഒരുക്കി തന്ന ഒരു ഗോൾഡൻ ചാൻസ് ആണിത്. ദേഷ്യത്തോടെ മൈഥിലി വൈശാഖിനെ നോക്കുകയും അവിടെ നിന്നിട്ട് പോവുകയും ചെയ്യുന്നു. ഇത് ദൈവം ഒരുക്കി തരുന്ന വഴിയല്ല, നിന്റെ ഉള്ളിലെ ചെകുത്താൻ ഒരുക്കുന്ന വഴിയാണ്. മൈഥിലി നമ്മളിവിടെ പെട്ടിരിക്കുകയാണ്, ഇവിടുന്ന് രക്ഷപ്പെടണമെങ്കിൽ എടി ഈ ഒരു മാർഗമേ ഉള്ളൂ എന്ന് വൈശാഖ പറഞ്ഞപ്പോൾ മൈഥിലി പറയുന്നു, ഞാൻ വിശ്വാസവഞ്ചന കാണിക്കില്ലെന്ന്. എൻ്റെ മൈഥിലി, നീ അല്പനേരത്തേക്ക് നിന്റെ മനസാക്ഷി ഒന്ന് മാറ്റിവെക്കേ. ഇത് കേട്ട മൈഥിലി വീണ്ടും പറയുന്നു, അഭയം തന്ന ആ പാവ അമ്മയെ ചതിക്കാൻ എനിക്ക് പറ്റില്ല. വൈശാഖ പറയുന്നു, ആ മണ്ടൻ കാർത്തികിനോട് നീ ചെയ്തതിനേക്കാൾ വലിയ ചതി അല്ലല്ലോ ഇത്. ഇത് കേട്ട മൈഥിലി വളരെ ദേഷ്യത്തോടെ വൈശാഖിനെ നോക്കുന്നു. കാർത്തിയെ ഞാൻ ചതിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നീയാണ്, എന്നെക്കൊണ്ട് നീ അത് ചെയ്യിപ്പിച്ചതാണ്. വൈശാഖ പറയുന്നു, നീ ഇത്ര വലിയ നേരസ്ഥയാണെങ്കിൽ മനസാക്ഷിക്ക് വിരുദ്ധമായ കാര്യം ആര് പ്രേരിപ്പിച്ചാലും ചെയ്യരുത്. മൈഥിലി പറയുന്നു, അതെങ്ങനെ? ആ കാർത്തിയനെ കല്യാണം കഴിച്ചുകൊണ്ട് പോയപ്പോൾ എല്ലാം മറന്ന് ഞാൻ അവനോടൊപ്പം ജീവിക്കുമായിരുന്നു. അവിടെയും ആ ഓർമ്മകളിലേക്ക് എന്നെ വലിച്ചടിക്കാൻ നീ ഓടിയെത്തി. വൈശാഖ പറയുന്നു, മൈഥിലി, ചെമ്പകമംഗലം എൻ്റെ ചേച്ചിയെ കല്യാണം കഴിച്ച വീടാണ്. അങ്ങനെയാടി ഞാൻ അങ്ങോട്ട് വന്നത്. അതോടെ എൻ്റെ ജീവിതം ഇങ്ങനെ തൊലയുമെന്ന് ഞാൻ കരുതിയില്ല എന്ന് മൈഥിലിയും പറയുന്നു. ഇതിനെല്ലാം ഇറങ്ങി പുറപ്പെട്ടതിൻ്റെ ശിക്ഷ ഞാൻ അനുഭവിച്ചേ മതിയാകൂ എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ പറയുന്നു, നീ ഇങ്ങനെ സങ്കടപ്പെടാൻ മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഇല്ല, എനിക്ക് മനസ്സിലാവുന്നുണ്ടടാ, ഞാൻ നിനക്കിപ്പോൾ ഒരു ഭാരമാവുകയാണ്. എനിക്കറിയാം ഇതൊന്നും വേണ്ടായിരുന്നു. മറ്റുള്ളവരുടെ മുന്നിൽ ഞാൻ ഇത്രയും കൊള്ളരുതാത്തവളായത് നീ ഒരാളോട് മാത്രമുള്ള സ്നേഹം കൊണ്ടാ. ആ സ്നേഹത്തിനൊന്നും ഒരർത്ഥമില്ലെന്ന് എനിക്കിപ്പോൾ ബോധ്യപ്പെടുകയാണ് എന്ന് മൈഥിലി പറഞ്ഞപ്പോൾ വൈശാഖ ചോദിക്കുന്നു, നീ എന്താ മൈഥിലി ഈ പറഞ്ഞു വരുന്നത്? മനക്കരുത്തുള്ള ആണുങ്ങളുടെ ഒപ്പം ജീവിച്ചാലേ ഒരു സ്ത്രീയുടെ ജീവിതം സുരക്ഷിതമാകൂ. അവനെ സത്യവും നീതിയും ഉള്ളവനായിരിക്കണം. സ്വന്തമായി അധ്വാനിക്കാനും നേരായി 10 രൂപ ഉണ്ടാക്കാനും അറിയില്ല. എങ്ങനെയും മറ്റുള്ളവരെ പറ്റിച്ച് ജീവിക്കണം, ആ ഒരൊറ്റ വിചാരമേ ഉള്ളൂ. ഇത് കേട്ട് വൈശാഖ പറയുന്നു, നീ എന്താടി അങ്ങ് വെട്ടി കയറുവാണോ? മൈഥിലി പറയുന്നു, എൻ്റെ സങ്കടങ്ങൾ ഞാൻ പറഞ്ഞതാ, ഇതെനിക്ക് കിട്ടണം, ഇതിന് ഞാൻ 100% അർഹയാണ്. ഇത് കേട്ട് വൈശാഖ പറയുന്നു, ഇപ്പോൾ ഞാൻ നിനക്ക് കൊള്ളരുതാത്തവനായല്ലേ? കൊള്ളരുതാത്തവളെ മാറിയത് ഞാനാണ്. ഞാൻ ചെയ്ത തെറ്റിൻ്റെ ഫലം എന്നെ തന്നെ വേട്ടയാടുകയാണ്. ഉരുകിയായിരിക്കും ആ മനുഷ്യൻ കാർത്തി. അവനോട് ഞാൻ ചെയ്തതെല്ലാം വലിയ വലിയ തെറ്റാണ് എനിക്ക് മൈഥിലി വളരെ സങ്കടത്തോടെ പറയുമ്പോൾ വൈശാഖ് ദേഷ്യത്തോടെ നിൽക്കുകയാണ്. ഇതേ സമയം ചെമ്പകമംഗലത്ത് രാവിലെ പുറത്തുനിന്ന് കാർത്തി അകത്തേക്ക് വരുന്നുണ്ട്. ആ സമയം രാജലക്ഷ്മി കാർത്തിയോട് പറയുന്നുണ്ട്, നിൽക്ക്, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പെട്ടെന്ന് നടന്ന കല്യാണമായോണ്ട് നിങ്ങൾക്കൊന്നും തരാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ബാങ്കിലെ ലോക്കറിൽ ഇരിക്കുന്ന സ്വർണം എടുത്ത് നിങ്ങൾക്ക് തരാമെന്ന് കരുതി. അതെടുക്കാൻ വേണ്ടി നന്ദിനി ഇപ്പോൾ ബാങ്കിലേക്ക് പോവുകയാണ്. ഇത് കേട്ട് കാർത്തി പറയുന്നു, ഇതൊക്കെ എന്നോട് എന്തിനാ പറയുന്നതെന്ന്. രാജലക്ഷ്മി പറയുന്നു, പിന്നെ നിന്നോടല്ലേ പറയേണ്ടത്? എനിക്ക് സ്വർണം വേണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടില്ല. രാജലക്ഷ്മി പറയുന്നു, നീ ആവശ്യപ്പെട്ടില്ലായിരിക്കും, പക്ഷേ എൻ്റെ കൊച്ചുമകൾക്ക് കൊടുക്കാനുള്ളത് ഞാൻ കൊടുത്തല്ലേ പറ്റൂ. ആ സമയത്ത് അവിടേക്ക് സാവിത്രിയും വരുന്നുണ്ട്. കാർത്തി പറയുന്നു, നിങ്ങൾ കൊടുക്കുകയോ വാങ്ങുകയോ ഒക്കെ ചെയ്തോ, അതൊക്കെ നിങ്ങളുടെ പ്രശ്നം, ഇതൊക്കെ എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഓ, നിന്നോട് സംസാരിക്കാൻ പോലും പറ്റില്ലായിരിക്കുമെന്ന് രാജലക്ഷ്മി പറഞ്ഞപ്പോൾ എന്നോട് സംസാരിക്കുന്നത് എന്തിനാ എന്ന് കാർത്തി. ഞാൻ പോയിട്ട് വരട്ടെ അമ്മ എന്ന് പറഞ്ഞ് നന്ദിനി അവിടേക്ക് വന്നപ്പോൾ രാജലക്ഷ്മി പറയുന്നുണ്ട്, ശരി മോളെ, എല്ലാം വളരെ സൂക്ഷിച്ച് തന്നെ വേണം. ഞാൻ ചോദിക്കാതെ എനിക്ക് സ്വർണം തരും എന്ന് പറഞ്ഞത് ഒരു അഹങ്കാരമല്ലേ? ആ സ്വർണം എത്തരത്തിലുള്ളതാണെന്നും അതിൻ്റെ മൂല്യം എന്താണെന്നും എനിക്കറിയണം എന്ന് കാർത്തി പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എന്ന് രാജലക്ഷ്മി. ആ സ്വർണം വല്ല മുക്കുപണ്ടമോ ചെമ്പോ വില കുറഞ്ഞതോ എന്നൊക്കെ എനിക്കും അറിയണ്ടേ എന്ന് കാർത്തി പറഞ്ഞപ്പോൾ രാജലക്ഷ്മി പറയുന്നു, ഞങ്ങൾ മീനാക്ഷിക്ക് ആ സ്വർണം കൊടുക്കുമ്പോൾ അത് വാങ്ങി നിനക്ക് പരിശോധിക്കാമല്ലോ. എന്നാൽ കാർത്തി പറയുന്നു, വേണ്ട, ബാങ്ക് ലോക്കറിൽ നിന്നും സ്വർണം എടുക്കുമ്പോൾ എൻ്റെ പ്രതിനിധിയായി എൻ്റെ അമ്മയും കൂടെ വരും. അത് കേട്ട് സാവിത്രി ഒന്ന് ഞെട്ടിയിട്ട് പറയുന്നു, എനിക്ക് പോകാൻ പറ്റില്ല. ഇതിനൊന്നും എന്നെ വെറുതെ നിർബന്ധിക്കല്ലേ കാർത്തി. അമ്മയ്ക്ക് ഇവിടെ മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. അമ്മ പോകണമെന്ന് കാർത്തി. മോനെ എങ്ങനെയെങ്കിലും എന്നെ ഒഴിവാക്കിത്താ എന്ന് സാവിത്രി. പറ്റില്ല, അമ്മ കൂടെ പോകണം. അമ്മ കൂടെ പോയാലേ അത് 916 സ്വർണ്ണമാണോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കൂ. അമ്മ വരുമെന്ന് നന്ദിനിയോട് പറയുകയാണവർ. നീ കൂടി നന്ദിനിയോടൊപ്പം ചെല്ല്, നിന്റെ മകന് വിശ്വാസമാകട്ടെ എന്ന് രാജലക്ഷ്മി. ശരി, ഞാൻ വരാമെന്ന് ഒരു നിവൃത്തിയുമില്ലാതെ സാവിത്രി പറയുന്നു. കാർത്തി അകത്തേക്കും പോകുന്നുണ്ട്. ഇന്ദ്രജി ഒന്ന് വിളിക്കാം, ഈ വിവരം ഒന്ന് പറയണമെന്ന് സാവിത്രി വിചാരിക്കുന്നു. സാവിത്രി ഒന്ന് വേഗം വായെന്ന് നന്ദിനി. ശേഷം കാണിക്കുന്നത് ബാങ്കിലേക്ക് വന്നിരിക്കുകയാണ് മണിയമ്മയും മൈഥിലിയും. പുതിയ ലോക്കർ ഓപ്പൺ ചെയ്യാനാണോ അക്കൗണ്ട്, ആരുടെ പേർക്കാണെന്നൊക്കെ
ബാങ്ക് മാനേജർ ചോദിക്കുന്നു. എൻ്റെ പേർക്കാണെന്ന് മണിയമ്മ പറയുന്നുണ്ട്. ഈ ഫോം ഫില്ല് ചെയ്ത് തരണമെന്ന് ബാങ്ക് മാനേജർ പറയുന്നു. അങ്ങനെ ഒരു ഫോം മൈഥിലി വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ആ ഫോം മൈഥിലി ഫിൽ ചെയ്തുകൊണ്ട് നിന്നപ്പോഴാണ് നന്ദിനിയും സാവിത്രിയും അവിടേക്ക് വരുന്നത്. മൈഥിലി നന്ദിനിയും സാവിത്രിയും കാണുന്നുണ്ട്. മൈഥിലി ഒരു മാസ്ക് ഒക്കെ ധരിച്ച് തലയിൽ കൂടി ഷോളൊക്കെ ഇട്ടുകൊണ്ടാണ് വന്നിരിക്കുന്നത്. അവരെ കൊണ്ട് ഭയന്ന് നിൽക്കുകയാണ് മൈഥിലി ഒന്ന് തിരിഞ്ഞു നിൽക്കുന്നു. ദൈവമേ, ചതിച്ചു, എന്ത് ചെയ്യും, എങ്ങനെ രക്ഷപ്പെടും എന്നൊക്കെ മൈഥിലി വിചാരിക്കുന്നു. മാനേജറിന്റെ അടുത്തേക്ക് നന്ദിനിയും സാവിത്രിയും എത്തി. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുന്നുണ്ട്. ലോക്കറിൽ നിന്ന് ഗോൾഡ് എടുക്കാൻ വന്നതാണ് എന്ന് നന്ദിനി പറയുന്നു. ലോക്കറിന്റെ കീ മറന്നിട്ടില്ലല്ലോ എന്ന് മാനേജർ ചോദിക്കുന്നുണ്ട്. ഇത് ഫില്ല് ചെയ്യും മാഡം, എന്നിട്ട് സൈൻ ചെയ്യണം എന്ന് പറഞ്ഞൊരു ഫോം എടുത്ത് കൊടുക്കുകയാണ് മാനേജർ. നന്ദിനി അത് ഫിൽ ചെയ്യുന്നു. അരികിൽ സാവിത്രിയുമുണ്ട്. ശേഷം മാനേജർ അത് പരിശോധിച്ചിട്ട് ഓക്കെ എന്ന് പറയുന്നുണ്ട്. അതെ, ലോക്കറിലിരിക്കുന്ന സ്വർണം എടുത്താൽ മാത്രം പോരാ, അത് തൂക്കി നോക്കി ബോധ്യപ്പെടണമെന്ന് സാവിത്രി. അതെന്തിന്? ഈ ലോക്കർ ഞങ്ങൾ വിചാരിച്ചാൽ മാത്രം തുറക്കാൻ സാധിക്കില്ല. നിങ്ങളുടെയും ഞങ്ങളുടെയും താക്കോൽ വേണം, എങ്കിലേ അത് തുറക്കൂ. നിങ്ങൾ കൊണ്ടുവച്ച ലോക്കർ അതുപോലെ ഇവിടെ കാണും. ഒന്ന് വെയിറ്റ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്. മണിയമ്മയുടെ അരികിൽ മൈഥിലി വന്നിരുന്നു. ഫോം പൂരിപ്പിച്ച മോളെ കൊടുത്തോ എന്നൊക്കെ മണിയമ്മ ചോദിക്കുന്നുണ്ട് മൈഥിലിയുടെ അരികിൽ. മണിയമ്മയുടെ തൊട്ടരികിലായി സാവിത്രിയും വന്നിരുന്നു. അരികിൽ നന്ദിനിയുമുണ്ട്. മണിയമ്മ സാവിത്രിയോട് ചോദിക്കുന്നു, മോൾക്ക് ഈ ബാങ്ക് ഇടപാട് നടത്തി വലിയ പരിചയമൊന്നുമില്ലല്ലേ? ദേഷ്യത്തോടെ സാവിത്രി മണിയമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ ആരാ തള്ളേ എന്നോട് കുശലം പറയാൻ? ദേ, ഞാൻ ആരാണെന്നറിയോ? ലോഹിതന് വന്നിരിക്കുന്നു. ഈ സമയം ഇന്ദ്രജ നന്ദിനിയെ ഇല്ലാതാക്കാൻ വേണ്ടി രണ്ടുപേരെ ഏർപ്പാടാക്കുന്നുണ്ട്. വരുന്ന കാറിന്റെ നമ്പറൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അവരുടെ കയ്യിൽ ഒരു പെട്ടിയിൽ സ്വർണമുണ്ടാവും, അത് പിടിച്ചു വാങ്ങി അവളെ തല്ലി ശരിപ്പെടുത്തിയേക്കെന്നും പറയുന്നു. കാറിന്റെ നമ്പർ ഞാൻ സെൻഡ് ചെയ്തേക്കാം. ആ സ്വർണ്ണപ്പെട്ടി കിട്ടിയാലുടൻ എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്ന് ഇന്ദ്രജ പറയുന്നു. അവളെ ഞാൻ തല്ലി ഒതുക്കിയേക്കാം, പെട്ടി കിട്ടിയാലുടൻ അവിടെ കൊണ്ട് ഏൽപ്പിക്കുകയും ചെയ്യാം, ഓക്കെ എന്ന് പറഞ്ഞ് അവർ ഫോൺ വെച്ചു. എല്ലാം പറഞ്ഞ് ഇന്ദ്രജ തിരിഞ്ഞപ്പോൾ അച്ഛൻ അരികിൽ തന്നെ നിൽക്കുന്നു. ഇന്ദ്രജ മൈൻഡ് ചെയ്യാതെ പോകാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ പറയുന്നുണ്ട് ഇന്ദ്രജയോട് ഒന്ന് നിൽക്കാൻ. ഭർത്താവിനെയും മക്കളെയും ഗൾഫിൽ തനിച്ചാക്കിയിട്ട് നീ ഇവിടെ തുടർന്നത് എന്തിനാ? അധോലോക റാണിയാകാനാണോ എന്ന് അച്ഛൻ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് സാവിത്രി ചോദിച്ചപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശം എന്താണെന്ന് അച്ഛൻ എന്ന നിലയ്ക്ക് എനിക്ക് അറിയാൻ ബാധ്യതയുണ്ട്. ഞാൻ ചില ലക്ഷ്യമായിട്ടാണ് ഇവിടേക്ക് വന്നതെന്ന് അച്ഛൻ അറിയാലോ എന്ന് ഇന്ദ്രജ പറഞ്ഞപ്പോൾ അച്ഛൻ പറയുന്നു, നിന്റെ ലക്ഷ്യം എന്താണെന്ന് എനിക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ അറിയാം. അതിൽ നിന്ന് പിന്തിരിയണമെന്ന് പല പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഇന്ദ്രജ പറയുന്നുണ്ട്, ചെമ്പകമംഗലത്തുകാരെ എൻ്റെ നിത്യശത്രുക്കളാണെന്ന്. അവർ നിന്റെ നിത്യശത്രുക്കളും ബദ്ധശത്രുക്കളുമാകാൻ അവർ എന്ത് തെറ്റാണ് നിന്നോട് ചെയ്തത്? മഹാ അപരാധങ്ങൾ എന്തെങ്കിലും അവർ നിന്നോട് ചെയ്തിട്ടുണ്ടോ? ജനാർദ്ദന കൈബൾ കഴിഞ്ഞാൽ ആ തറവാട്ടിലെ അടുത്ത കാരണവർ നിന്റെ സ്വന്തം ചേട്ടനല്ലേ? കാർത്തിയും മീനാക്ഷിയും നിന്റെ രക്തബന്ധമുള്ള നിന്റെ സഹോദരങ്ങളുടെ മക്കളാണ്. ഒരാൾ രാമഭദ്രന്റെയും അടുത്തയാൾ മാധുരിയുടെയും. ആ കുടുംബത്തിലെ പ്രധാന അംഗങ്ങളാണ് അവർ. നീ നശിപ്പിക്കാൻ ഒരുങ്ങുന്നത് നിന്റെ മക്കളെ പോലെയുള്ളവരെയാണ് എന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നുണ്ട്, എൻ്റെ അനിയത്തിയെ കൊന്നവരോട് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. നിന്റെ അനുജത്തെ ആരും കൊന്നിട്ടില്ല എന്ന് എൻ്റെ മകൾ ആക്സിഡൻറ്റിൽ മരിച്ചതാണെന്നും അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നിന്റെ അനുജത്തിയോടുള്ള പ്രേമം കാരണം സ്വന്തം ഭാര്യ ഉപേക്ഷിച്ചവനാണ് ജയറാമൻ. 19 കൊല്ലത്തോളം മാധുരിയോടൊപ്പം ജീവിച്ച ജയറാമൻ മാധുരിയെ കൊല്ലുമെന്ന് പറഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞപ്പോൾ ഇന്ദ്രജ പറയുന്നു, മാധുരി മരിക്കാൻ കാരണക്കാര് ചെമ്പകമംഗലത്തെ 3 പേരാണ്. രാജലക്ഷ്മി അമ്മയും നന്ദിനിയും ജയറാമനും. ഈ 3 പേരെയും ഇന്ദ്രജ വെറുതെ വിടില്ല എന്നും ഇന്ദ്രജ പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു, നീ അവരെ 3 പേരെയും ഒരു ചുക്കും ചെയ്യില്ല. വൈരാഗ്യത്തേക്കാൾ ഉപരി ഞാൻ അതിൽ കാണുന്നത് നിനക്ക് അവളുള്ള ഈഗോ ആണ്. ഗൾഫ് നാടുകളിൽ പോയി ഈ കുറെ ക്യാഷ് ഉണ്ടാക്കിയതിൻ്റെ പേരിൽ നിനക്കൊരു മിഥ്യാധാരണയുണ്ട്. നീ ഏതാണ്ടൊക്കെയോ ആണെന്ന്, ലോകം നിന്റെ കാൽ കീഴിലാണെന്ന്. ഒന്നും ഇല്ല മോളെ, നമ്മളെല്ലാവരും കടപ്പെട്ടിരിക്കുന്നത് ഒരു മരണത്തോടാണ്. ഒരു 5 മിനിറ്റ് മതി എല്ലാം തീരാൻ. അച്ഛൻ്റെ തത്വശാസ്ത്രങ്ങൾ എനിക്ക് കേൾക്കണ്ട എന്ന് ഇന്ദ്രജ. ദൈവത്തെ വരെ വെല്ലുവിളിക്കുകയും യുദ്ധത്തെ നേരിട്ട് ക്ഷണിക്കുകയും ചെയ്യുന്ന നിനക്ക് അച്ഛനായി ഞാൻ ഒന്നുമല്ല എന്നെനിക്കറിയാം. എന്നാലും ഞാനൊരു അച്ഛനായി പോയില്ലേ? മക്കൾ നെഞ്ചിലിട്ട് തൊഴിച്ചാലും മരണം വരെ അവരോടൊരു വാത്സല്യം ഉണ്ടാകും മാതാപിതാക്കൾക്ക്. എൻ്റെ മകളായ നീ മത്സരിക്കാൻ തുടങ്ങിയത് എൻ്റെ പ്രിയപ്പെട്ടവരോടാണ്. അതിന് ഈ അച്ഛന് സങ്കടമുണ്ട്. അത് പറഞ്ഞു എന്ന് മാത്രം. എനിക്ക് വളരെ സങ്കടത്തോടെ അദ്ദേഹം ഇന്ദ്രജയോട് പറയുന്നു. എന്നാൽ ഇന്ദ്രജയ്ക്ക് ഇത് കേട്ടിട്ടും യാതൊരു കൂസലുമില്ല. ഇന്ദ്രജ വിചാരിച്ച കാര്യം ചെയ്തിരിക്കും. വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ മൈ ചാനൽ.